നമ്മളിന്ന് യൂണിയൻ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ചേഞ്ചസിനെ കുറിച്ചിട്ടാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വലിയ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും സ്ട്രക്ചറിൽ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബേസിക് എക്സംഷൻ ലിമിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പ്രത്യേകിച്ചൊന്നും വന്നിട്ടൊന്നുമില്ല. കാരണം കഴിഞ്ഞ 2-3 ബഡ്ജറ്റുകളിൽ കാര്യമായിട്ട് തന്നെ ആ വക ഏരിയകളിലൊക്കെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ 7 lakhs നിന്ന് 12 lakhsലേക്കൊക്കെ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ അങ്ങനെ ടാക്സ് റേറ്റുകളിലൊന്നും അങ്ങനെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്ന് അർത്ഥം. പ്രത്യേകിച്ച് ഫിനാൻസ് മിനിസ്റ്റർ ബഡ്ജറ്റ് സ്പീച്ചിൻ്റെ ഇടയിൽ അങ്ങനെ എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ആക്ട് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഇൻകം ടാക്സ് ആക്ട് നമ്മളെടുത്ത് വായിച്ച് നോക്കുമ്പോൾ, ഫിനാൻസ് ആക്ട് 2026 എടുത്ത് അമെൻഡ് ചെയ്യുമ്പോൾ, അതായത് ഇൻകം ടാക്സ് ആക്ട് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കാര്യമായിട്ട് തന്നെയായിട്ടാണ് അമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്, ഇൻക്ലൂഡിങ് 1961 ആക്ടും 2025 ആക്ടും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിലെ ഇൻകം ടാക്സ് ആംഗിളിനെ കുറിച്ചിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. എൻ്റെ കൂടെ CS ശ്രീലക്ഷ്മി ജി ആണുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് കടക്കാം. പിന്നെ ഒരു മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത് റിവൈസ്ഡ് റിട്ടേണുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മൾ ഓൾറെഡി ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തു, പക്ഷെ അതിൽ നമ്മൾ ചിലപ്പോൾ ഡിക്ലറേഷൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും, കറക്ഷൻസ് ഉണ്ടാവും, ചിലപ്പോൾ TDS നമ്മളുടെ 26 days റിഫ്ലക്ട് ചെയ്യാൻ വൈകി പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമുക്ക് വീണ്ടും ഒന്ന് റിവൈസ് ചെയ്യണം എന്ന് വെച്ചാൽ, നേരത്തെ നമുക്കതിന് 9 months ആയിരുന്നു ടൈം ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ അസസ്മെന്റ് ഇയർ. ഇപ്പൊ അത് 12 months ആക്കി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നല്ലൊരു റിലാക്സേഷൻ ആണ് ശരിക്കും. അതായത് ഇത് എനിക്ക് തോന്നുന്നത് ബിലേറ്റഡ് റിട്ടേൺ അല്ല. പല ആളുകൾക്കും അങ്ങനെ ഒരു കൺഫ്യൂഷനും ഉണ്ട്. ആക്ച്വലി ബിലേറ്റഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് ഇപ്പോഴും December 31 തന്നെയാണ്. അത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് ഡേറ്റ് എന്ന് പറയുന്നത് December 31. പക്ഷേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്തു, എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ട്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റിവൈസ്ഡ് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് December 31 നിന്ന് March 31 എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂസിംഗ് ആണ് ചിലരുടെ ഇടയിൽ. ചിലർ വിചാരിക്കുന്ന March 31 വരെ ആക്കി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. നമ്മൾ ഈ July 31, August 31 ഈ പറയുന്ന ഡ്യൂ ഡേറ്റുകളിൽ ടാക്സ് ഓഡിറ്റ് കേസ് ആയാലും ആ ഡ്യൂ ഡേറ്റുകളിൽ ഫയൽ ചെയ്ത റിട്ടേൺ മാത്രം നമുക്ക് ആ കമ്മിങ് 31 മാർച്ചിനുള്ളിൽ റിവൈസ് ചെയ്യാം. അതായത് റിലേറ്റഡ് ആയിട്ട് ഫയൽ ചെയ്തത് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. അതായത് അത് എപ്പോഴും റിവൈസ് റിട്ടേണിന്റെ ഒരു പ്രീ കണ്ടീഷൻ ആണല്ലോ. നിങ്ങൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ ഫയൽ ചെയ്താൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം എന്നുള്ളതല്ല. അത് ബിലേറ്റഡ് റിട്ടേൺ പോയിട്ട് നമുക്ക് ഇനി റിവൈസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് കുറച്ചൊരു ഫീയും കൂടി വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ സാധാരണ ബിലേറ്റഡ് റിട്ടേണിന്റെ ഫൈൻ തന്നെ, അതായത് 5 ലക്ഷത്തിൽ താഴെയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ 1000 രൂപ, അല്ലെങ്കിൽ 5 ലക്ഷത്തിൽ മേലെയാണെങ്കിൽ 5000 രൂപ. അങ്ങനെ ഒരു ബിലേറ്റഡ്, അതായത് നമ്മൾ റിവൈസ് റിട്ടേണും കൂടി അങ്ങനെ നമുക്ക് ഒരു ഫൈൻ അടച്ചിട്ട് നമുക്ക് ഇനി എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. ഈ January, February, March പീരീഡിൽ നമുക്ക് ഫയൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ മറ്റൊരു കാര്യമുള്ളതെന്ന് പറയുന്നത്, ശ്രദ്ധിച്ചോന്ന് അറിയില്ല, നമ്മളുടെ പല ആളുകളും, എനിക്ക് തോന്നുന്നത് ഈവൻ ടാക്സ് പ്രാക്ടീഷേഴ്സ് അടക്കം പലരും ഇൻകം ടാക്സ് ആക്ട് 2025 ഈ April 1, 2026 മുതൽ വരികയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ബഡ്ജറ്റിൽ തന്നെ ഇങ്ങനെ പരാമർശിക്കുകയുണ്ടായി. അപ്പോൾ മനോരമയുടെയൊക്കെ ഫ്രണ്ട് പേജിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു April 1 മുതൽ പുതിയ ഇൻകം ടാക്സ് ആക്ട്. ആക്ച്വലി ഇത് വന്ന് പാസ്സായിട്ടൊക്കെ മാസങ്ങളായി, പക്ഷേ പലരും അത് അപ്ഡേറ്റഡ് ഒന്നുമല്ല. ഇങ്ങനൊരു കാര്യം ഈവൻ പ്രാക്ടീഷണേഴ്സ് പോലും ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. April തൊട്ട് പുതിയ ഇൻകം ടാക്സ് ആക്ട് വരാനായിട്ട് പോവാണെന്ന്. അപ്പോൾ എനിക്ക് ഇത് കാണുന്ന ആളുകളുടെ അടുത്ത്, ഇവൻ പ്രാക്ടീസിങ് ഫീൽഡിലുള്ള ആളുകളുടെ അടുത്തൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. 1-2 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ച് വരാനായിട്ട് പോവാണ്. ഇൻകം ടാക്സ് ആക്ട് അടിമുടി മാറാനായിട്ട് പോവുകയാണ്. 1961 ആക്ട് ഒന്നുമല്ല, 2026 അമെൻമെൻ്റ് ഒന്നുമല്ല. പല ആളുകളും ഇത് അമെൻമെൻ്റ് ആണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അമെൻമെൻ്റ് ഒന്നുമല്ല, കംപ്ലീറ്റ് ടാക്സ് മാറുകയാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ള പോലെ, അതായത് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ GST വരുമ്പോൾ, നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഇൻകം ടാക്സ് ആക്ട് 2025 ഒരു എക്സ്ക്ലൂസീവ് കോഴ്സ്, ഒരു ലൈവ് കോഴ്സസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയായാലും ജോയിൻ ചെയ്യാൻ നിങ്ങൾ എപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഔട്ട്ഡേറ്റഡ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് പറയാനുള്ളൊരു മാറ്റർ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മൾ ഇൻകം ടാക്സ് ആക്ട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്, ശരിക്കും ഒന്ന് മാറാനായിട്ട് പോവുകയാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇൻകം ടാക്സ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് 2025 ആക്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു ലൈവ് ക്ലാസ്സസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക്
അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ കുറച്ച് കോഴ്സ് ബണ്ടിലുകൾ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എയുടെ ഒരു ബേസിക് കോഴ്സ് ഉണ്ടായിരുന്നു, എയുടെ ഒരു അഡ്വാൻസ്ഡ് കോഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് അക്കൗണ്ടൻസിൻ്റെ ഇടയിൽ നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. AI ഫോർ അക്കൗണ്ടൻസ് പറഞ്ഞ് നമ്മൾ ഒരുപാട് വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ഈ AI ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആ വർക്ക്ഷോപ്പുകൾ, എല്ലാ കോഴ്സുകളും അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് അവർക്ക് ലഭിക്കും. മാത്രമല്ല നമ്മൾ ടാക്സ് ടോക്സ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇയർ റിട്ടേൺ ഫയലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ്സ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഇതിലൊരു ഫസ്റ്റ് 6,000 റുപ്പീസാണ് നമ്മളുടെ കോഴ്സിൻ്റെ നമ്മൾ മെമ്പർഷിപ്പ് വെച്ചിരിക്കുന്നത്. പക്ഷേ ആദ്യം ജോയിൻ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രം, നമ്മളൊരു 100 ആളുകളാണ് നമ്മൾ ആദ്യം വെച്ചിരുന്നത്. ഇപ്പോൾ ഓൾറെഡി 100 കഴിഞ്ഞപ്പോൾ കുറച്ച് ഡിമാൻഡ് വന്ന കാരണം ഞാനൊരു 500 ആളുകൾക്ക്, ഫസ്റ്റ് 500 ആളുകൾക്ക് നമ്മൾ 2,999 എന്നുള്ളൊരു ഓഫർ പ്രൈസിൽ ഇപ്പോഴും നമുക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. മലയാളത്തിൽ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ യൂസ്ഫുൾ ആയി എന്ന് തന്നെ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.